തിരുവനന്തപുരം കോർപ്പറേഷൻ ഉപരോധിച്ചിരിക്കുകയാണ് ബി.ജെ.പി. പ്രവർത്തകർ. താൽക്കാലിക നിയമനങ്ങളിൽ അഴിമതി ആരോപിച്ചാണ് പ്രതിഷേധം. നമുക്ക് അതിലേക്ക് പോകാം. ഭരണസമിതിയുടെ അംഗത്തിന്റെ പിന്തുണയുള്ള നിലവിലുള്ള ഭരണസമിതി അംഗം ഒരു ആളെ പോസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ അതിനകത്ത് പങ്കെടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ തന്നെ എവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ രാജിവെച്ചിട്ടില്ല. രാജിവെച്ച ശേഷമാണെങ്കിൽ രാജിക്കത്ത് തന്നിട്ടുണ്ടോ? ഇതുവരെ തന്നിട്ടില്ലല്ലോ. ഇപ്പോഴും കവിത രാജിക്കത്ത് തരാതെയാണ് ഈ ലിസ്റ്റിലിടം പിടിച്ചത്. ചിലപ്പോൾ അപ്പോയിൻമെന്റ് കിട്ടുമ്പോൾ രാജിവെക്കുമായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ ഇലക്ഷനും ഇല്ലല്ലോ. നല്ല പാർട്ടി. കാരണം ഇത് 6 മാസം തെരഞ്ഞെടുപ്പിന് 6 മാസം അപ്പോൾ 6 മാസം വേണ്ടാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കില്ല. ആ വാർഡിനെയും കീറി മുറിച്ച് കളഞ്ഞു. അവർക്ക് ജയിക്കാൻ പറ്റാത്ത വാർഡുകളെ കീറി മുറിച്ച് കളഞ്ഞു. ഇതുപോലുള്ള കൊള്ളരുതായ്മ കാണിച്ചാൽ വിവരങ്ങളുമായി മീര, കോർപ്പറേഷൻ ഉപരോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ബി.ജെ.പി. പ്രവർത്തകർ. ഇപ്പോൾ ആരെയാണ് അവിടെ വളഞ്ഞുവെച്ച് ഈ രീതിയിൽ സംസാരിക്കുന്നത്? ഉപരോധിച്ചിരിക്കുന്നത് ആരെയാണ്? വിവരങ്ങളെന്ത്? ലക്ഷ്മി, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. കൗൺസിൽ അംഗങ്ങളാണ് ഇപ്പോൾ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ ഒരു കോർപ്പറേഷൻ്റെ ഭരണസമിതിയുടെ കാലാവധി കഴിയാൻ മാസങ്ങൾ മാത്രം നിലനിൽക്കെ വിവിധ തസ്തികകളിലേക്ക് CPM അനുകൂലമായിട്ടുള്ള പാർട്ടി അനുകൂലമായിട്ടുള്ള ആൾക്കാരെ താൽക്കാലിക നിയമനം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ബി.ജെ.പി. സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഉൾപ്പെടെ കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ ഈ നിയമനമാണ് അജണ്ട. വിഷയത്തിലാണ് രാവിലെ തന്നെ ബി.ജെ.പി. കൗൺസിൽ മെമ്പറായിട്ടുള്ള വി രാജേഷ് ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത്. ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നും 651 ലിസ്റ്റ് പേരടക്കുന്ന ലിസ്റ്റാണ് ഇത്തരത്തിൽ കോർപ്പറേഷനിലേക്ക് ലഭിച്ചത്. അതിൽ നിന്ന് തന്നെ 56 പേരെ ഈ നിലവിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ നിയമനത്തിനായി. അതിൽ തന്നെ പ്രധാനമായും ഉൾപ്പെട്ടിട്ടുള്ളത് CPM അനുകൂലികളാണ്, CPM ബന്ധമുള്ള ആൾക്കാരാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഉൾപ്പെട്ട ഈ 56 പേരടങ്ങുന്ന ലിസ്റ്റിൽ കഴക്കൂട്ടം കൗൺസിലർ ഉൾപ്പെടെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. അതിനാൽ തന്നെ ഈ ഒരു ലിസ്റ്റ് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ കോർപ്പറേഷൻ ഉൾപ്പെടെ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് ഉപരോധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത്. പ്രധാനമായും ഈ കോർപ്പറേഷനിലെ നിയമനങ്ങളിൽ അഴിമതി ഉണ്ടെന്ന് തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകരുടെ ആരോപണം. രാവിലെ ഉൾപ്പെടെ ബി.ജെ.പി. കൗൺസിൽ അംഗമായുള്ള വി രാജേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതികരിക്കുന്ന സാഹചര്യത്തിലും ഈ 56 പേരുടെ ലിസ്റ്റ് തെരഞ്ഞെടുത്ത ലിസ്റ്റ് പ്രധാനമായും ഈ CPM അനുകൂലികൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരാണ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ 56 പേരെ തിരഞ്ഞെടുത്തതിനുള്ള മാനദണ്ഡങ്ങളെ പറ്റി പുറത്തുവിടുന്നില്ല. ഒപ്പം ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിൽ പേര് മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. പിന്നീട് ഇവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ അഡ്രസ്സ് പിന്നീട് പുറത്തുവിടുന്നു. ആ അഡ്രസ്സ് പരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബി.ജെ.പി. കൗൺസിലർ മനസ്സിലാക്കുന്നത് പ്രധാനമായി തിരഞ്ഞെടുത്ത ആൾക്കാരൊക്കെയും പാർട്ടിയുമായി ബന്ധമുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് ഉൾപ്പെടെ 2:30 ഉൾപ്പെടെ കോർപ്പറേഷനിൽ കൗൺസിൽ യോഗമുണ്ട്. ആ യോഗത്തിൽ ഉൾപ്പെടെ ഇതായിരിക്കും പ്രധാന അജണ്ടയായി എത്തുക. ലക്ഷ്മി, തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിക്കുകയാണ് ബി.ജെ.പി. പ്രവർത്തകർ. താൽക്കാലിക നിയമനങ്ങളിൽ അഴിമതി ആരോപിച്ചാണ് പ്രതിഷേധം. മീര മനോഹരനാണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.